നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് പിന്നാലെ AI ഫീച്ചറുകൾ പരീക്ഷിക്കാനുള്ള നീക്കവുമായി യൂട്യൂബ്. ദൈർഘ്യമേറിയ വീഡിയോകൾ സൗകര്യപ്രദമായി കാണുക, വീഡിയോയ്ക്ക് കീഴിലെ കമന്റ് സെക്ഷൻ കൂടുതൽ സജീവമാക്കുക, വിദ്യാഭ്യാസ അധിഷ്ഠിത ഉള്ളടക്കത്തിൽ നിന്ന് എളുപ്പം പഠനം സാധ്യമാക്കുക എന്നീ ലക്ഷ്യങ്ങൾക്കായാണ് AIയെ കമ്പനി കൂട്ടുപിടിക്കുന്നത്. പുതിയ അപ്ഡേഷൻ വരുന്നതോടെ ദൈർഘ്യമേറിയ വീഡിയോ മുഴുവൻ കണ്ടിരിക്കുന്നതിന് വിരാമമാകും. വീഡിയോയിലെ രസകരമായ രംഗങ്ങൾ മാത്രം എളുപ്പത്തിൽ കണ്ടെത്താൻ പുതിയ ഫീച്ചർ നിങ്ങളെ സഹായിക്കും. വീഡിയോകളിൽ ഡബിൾ ടാപ്പ് ചെയ്ത് അത് സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുമ്പോൾ സ്ക്രീനിൽ ഒരു ബട്ടൺ തെളിയും. അതുവഴി വീഡിയോയിലെ രസകരമെന്ന് AI കണ്ടെത്തിയ രംഗങ്ങൾ തെരഞ്ഞെടുത്ത് കാണാനാകും. നിലവിൽ ചുരുക്കം ചില യൂട്യൂബ് പ്രീമിയം വാരിക്കാർക്ക് മാത്രമേ AI വീഡിയോ നാവിഗേഷൻ ടൂൾ ലഭ്യമായിട്ടുള്ളൂ. വേഗാതെ കൂടുതൽ പേരിലേക്ക് ഈ സൗകര്യം എത്തിയേക്കുമെന്നാണ് സൂചന. സാധാരണ വീഡിയോയ്ക്ക് താഴെ നിരവധി ചർച്ചകൾ അരങ്ങേറാറുണ്ട്. വീഡിയോയിലെ വിഷയം, അവതരണ രീതി, അവതാരകർ പോലുള്ള പലവിധ വിഷയങ്ങളെ കുറിച്ചാകും ആ ചർച്ചകൾ. നിലവിൽ സമയക്രമത്തിലാണ് കമന്റ് സെക്ഷനിലെ കമന്റുകൾ കാണുക. ഒരാൾ ആരംഭിച്ച ചർച്ചാ വിഷയത്തിൽ കീഴിൽ ചർച്ച നടത്താനായി റിപ്ലൈ കൊടുക്കുന്ന രീതിയാണ് ഇപ്പോഴുള്ളത്. പുതിയ AI ഫീച്ചർ വരുന്നതോടെ വീഡിയോയിലെ കമന്റുകൾ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് കാണിക്കാനാകും. AIയുടെ സഹായത്തോടെ കമന്റുകൾ വേർതിരിക്കുകയെന്ന് മെച്ചവുമുണ്ട്. ഇനി മുതൽ വീഡിയോയിലെ കമന്റ് സെക്ഷൻ തുറക്കുമ്പോൾ ടോപ്പിക്സ് എന്ന പേരിൽ ഒരു ടാബ് കാണാം. അത് തെരഞ്ഞെടുത്താൽ വിവിധ വിഷയങ്ങൾക്ക് കീഴിൽ കമന്റുകൾ ക്രമീകരിച്ചിരിക്കുന്നതും കാണാനാകും. ഇതിൽ ഇഷ്ടമുള്ളവ തെരഞ്ഞെടുക്കുന്നത് വഴി എളുപ്പത്തിൽ ചർച്ചയുടെ ഭാഗമാകാം. കമന്റുകളുടെ സംഗ്രഹം 4 ആകുന്നതിനൊപ്പം അനാവശ്യ വിഷയങ്ങൾ AI തന്നെ മാറ്റി നിർത്തുമെന്നും ഗുണവുമുണ്ട്. പുതിയ ഫീച്ചർ കമന്റ് ബോക്സിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുമെന്നാണ് കണക്കുകൂട്ടൽ. വിവരശേഖരണം, പഠനം എന്നിവയ്ക്ക് വേണ്ടി യൂട്യൂബിനെ ആശ്രയിക്കുന്നവർക്ക് പ്രയോജനപ്പെടുന്ന ഫീച്ചറാണിത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആസ്ക് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് വീഡിയോയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാനാകും. നിലവിൽ ഈ 3 ഫീച്ചറുകളും ചുരുക്കം ചില യൂട്യൂബ് പ്രീമിയം വാരിക്കാർക്ക് മാത്രമാണ് ലഭ്യമാകുന്നത്. ഉടനെ ഈ ഫീച്ചർ എല്ലാവരിലേക്കും എത്തിയേക്കും.